നവമി, നമ്മൾ ഇത് ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മറുഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപക്ഷെ ടെലിവിഷൻ സ്ക്രീനിലോ അത്തരം മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ റീച്ചുള്ള നവമാധ്യമങ്ങളുണ്ട്. അതൊക്കെ പുതിയ കാലഘട്ടത്തിന് അത്തരം പ്രവണതയുണ്ട്, അത്തരം ആളുകളുണ്ട്, അത്തരം തലമുറകളുണ്ട്. ഇതിൻ്റെ ഒരു മറുഭാഗം എന്നത് പലപ്പോഴും ഈ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടിയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ ഉള്ളവർ എന്നതാണ്. അവരുടെ ഇൻ്റർവ്യൂകളുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ റീച്ച് മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ഈ സൂചിപ്പിച്ചു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അവരുടെ ഇവൻറ്റുകൾ നടക്കുമ്പോൾ പോലും അത് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അത് ചിലപ്പോൾ പണം വാങ്ങിയിട്ടാകാൻ നൽകുന്നത്, അങ്ങനെ പോലും നൽകാൻ തയ്യാറാകുന്നു. അത്തരക്കാരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ ഔചിത്യമില്ലായ്മയാണ് ഇത്തരം ഇടങ്ങളിലും. അവിടെ ഞാൻ ദൃശ്യമാധ്യമങ്ങളെ അല്ലെങ്കിൽ ടെലിവിഷൻ ക്യാമറകളെ മാറ്റി നിർത്തിയല്ല പറയുന്നത്, എങ്കിൽ പോലും ഈ ഔചിത്യമില്ലായ്മയിലേക്ക് ഇതുകൂടി കടന്നു വരുന്നില്ലേ? അതെ അഭിലാഷ്, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു പൊതു ചടങ്ങിൽ പോകുന്നു, ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് പോകുന്നു. ആ സമയത്ത് അവർ തന്നെ വിളിച്ചു വരുത്തുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ആ ഒരു കണ്ടന്റ് ഇടുമ്പോൾ റീച്ച് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ആ സെലിബ്രിറ്റിയോട് സംസാരിക്കുന്നു. പല ദ്വയാർത്ഥ പ്രയോഗങ്ങളിലുള്ള ചില സംഭാഷണങ്ങൾ അവർ നടത്തുന്നു. പിന്നീട് അത് ഈ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് ഇതെന്താണ്, ഇത് ഇപ്പോൾ എന്താണ് ഈ നടി ചെയ്തത് കണ്ടോ, ഈ നടി പറഞ്ഞത് കണ്ടോ എന്നീ തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് കാണുമ്പോൾ അത് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് തന്നെ വിളിക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് ഭൂരിഭാഗവും. അത് പലപ്പോഴും നമുക്ക് തോന്നാറുമുണ്ട്. പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഷൂട്ടിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരിക്കും അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ആ സെലിബ്രിറ്റി ആയിരിക്കില്ല, ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷ്വൽസ് എടുക്കുക, നമ്മൾ മടങ്ങും. പക്ഷേ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ആ സെലിബ്രിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതും പ്രത്യേക ആംഗിളിൽ, അത് ഒരു ഓൺലൈൻ ചാനലിൽ നിന്നും 2-3 ആളുകൾ ഉണ്ടാകും. ആ 3 പേരും 3 ആംഗിളിൽ നിന്നായിരിക്കും വിഷ്വൽസ് എടുക്കുക. അവരവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് കാണുന്ന ഇപ്പോൾ നടി ഏതെങ്കിലും ഒരു നടിയാണെങ്കിൽ ആ നടിക്ക് വളരെ മോശമാകുന്ന രീതിയിൽ, അല്ലെ കാണുമ്പോൾ തന്നെ വളരെ വൾഗറാകുന്ന രീതിയിലേക്കുള്ള പല ആംഗിളുകളുടെ വിഷ്വൽസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു, അതിൽ റീച്ച് കിട്ടുന്നു. അപ്പോൾ ഈ സെലിബ്രിറ്റികൾക്കും ഒരു പങ്കുണ്ട് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കാൻ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ചാനലുകളുടെ എണ്ണം കൂടിയതോടുകൂടി ഇപ്പോൾ ഒരു മരണ ചടങ്ങിന് 1-2 ക്യാമറകൾ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 5-6 ക്യാമറകൾ പല മുൻനിര ചാനലുകൾക്കും 7 ക്യാമറകൾ, 7 യൂണിറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ആ 7 യൂണിറ്റും 7 ഇടങ്ങളിൽ വെച്ചുകൊണ്ടാണ് അവരും ഇത്തരത്തിലുള്ളൊരു ഈ വിഷ്വൽസ് ഒക്കെ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ മാധ്യമ പ്രവർത്തകർക്കും അതിലൊരു പങ്കുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ഔചിത്യബോധം എന്നുള്ളൊരു സംഭവമുണ്ട്. അതെന്താണ്, അവിടെ നടക്കുന്ന സംഭവം എന്താണ്? വളരെ വൈകാരികമായ ഒരു കുടുംബം നിൽക്കുകയാണ്, അവർക്കൊപ്പമുള്ള സഹപ്രവർത്തകർ നിൽക്കുകയാണ്. ആ വൈകാരികമായ നിമിഷത്തിൽ കാണിക്കേണ്ട ഒരു മര്യാദ, ഒരു ഔചിത്യബോധം, അതാണ് പലപ്പോഴും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ കാണിക്കാത്തത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മമ്മൂട്ടി വോട്ടിടാൻ വേണ്ടി വൈറ്റ്ല ഒരു സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടായി. അതിൽ നമ്മുടെ ക്യാമറാമാന് അപകടം സംഭവിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ, അത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം കാരണമാണ് നമ്മുടെ ക്യാമറാമാന് പോലും പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നത്. അപ്പോഴൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ എത്തിക്കണം, പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഏറ്റവും നല്ല വിഷ്വൽ എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും ഈ തള്ളു കാരണം, അല്ലെങ്കിൽ ആളുകളുടെ ഇടിച്ചുകയറ്റം കാരണം, ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടിച്ചുകയറ്റം കാരണം നമുക്ക് പലപ്പോഴും ദൃശ്യങ്ങൾ എടുക്കാതെ നമ്മൾ പുറകിലേക്ക് പോകുന്ന സാഹചര്യം പോലും വളരെ രീതിയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇത്തരം വലിയ ആൾത്തിരക്ക്. ഒപ്പം കിരൺ, ഒരു കാര്യം കൂടിയുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ മാറ്റി നിർത്തിയിട്ടല്ല, അതായത് ടെലിവിഷൻ ചാനലുകളെ മാറ്റി നിർത്തിയല്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കിടയിലും ഉണ്ടാകുന്ന ഒരു ട്രെൻഡുണ്ട്. PR വർക്കുകളെ കുറിച്ച് ഇനി നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ടതില്ല. ഈ റീൽസുകൾ ചിത്രീകരിക്കുക, ഇതായി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു MLA ഒരു RTO ഓഫീസിൽ പോവുകയും ഇരിപ്പിടത്തിലിരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്നു. അത് തയ്യാറാക്കാൻ ഒരു സംഘത്തെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ നേതാവിനെ എവിടെ കണ്ടാലും അതിനു മുന്നിൽ നമുക്ക് ഈ PR റീൽസ് തയ്യാറാക്കുന്ന സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനങ്ങളിലേക്ക് പോലും ഒരു പക്ഷേ ഈ റീച്ച് കൂടുതൽ കിട്ടുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ് എന്നതുകൊണ്ട് കണ്ടന്റിനപ്പുറത്ത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതും പൂർണ്ണമായും എന്നൊന്നും പറയേണ്ടതില്ല, അനാവശ്യ ചർച്ചകളിലേക്കൊക്കെ പോകാറുണ്ട് എങ്കിൽ പോലും
പക്ഷേ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത്തരം ജനകീയമായ വിഷയങ്ങളൊന്നും കാണാറില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. അഭിലാഷ്, അതൊരു വലിയ മാറ്റമാണ്. കേരളത്തെ സംബന്ധിച്ച് ലോകത്താകമാനം തന്നെ ഇപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ സ്വന്തമായി PR ഏജൻസികൾ വെച്ചിട്ട് ആ PR ഏജൻസികൾ പുറത്തേക്ക് വിടുന്ന ഒരു പ്രത്യേക കൃത്രിമമായ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലോകത്താകമാനം തന്നെ വ്യാപകമായി ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇതൊക്കെ എന്തിന് ചെയ്യേണ്ടി വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മീഡിയ, അവരുടേത് നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട മീഡിയ കേരളത്തിൽ അവർക്കെല്ലാം ഉണ്ട്. അവർക്ക് അതുവഴി ഇത് അനായാസം ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോ ഒന്നുമല്ല. വ്യക്തിപരമായി ഇവരുടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു MLA ഒരു RT ഓഫീസിൽ പോയി കസേരയിൽ കയറിയിരിക്കുമ്പോൾ അവിടെ ഒരു റീൽസ് ഉണ്ടാക്കി. ഞാനതാണ് ആദ്യം പറഞ്ഞത്. ഇതിനൊരു ഔചിത്യം എന്താണ്? ഇപ്പോൾ PR വർക്കൊക്കെ ആധുനിക കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഔചിത്യം എന്നുള്ളത് എവിടെ നഷ്ടപ്പെടുന്നു? അവിടെയാണ് പ്രശ്നം. ഒരു MLA എങ്ങനെ ഏതെങ്കിലും ഒരു റീൽസ് ഉണ്ടാക്കി എന്ന് കരുതി ആരും അതിനെ എതിർക്കുകയൊന്നുമില്ല. പക്ഷേ ഒരു RT ഓഫീസിൽ പോയി റീൽസ് ഉണ്ടാക്കി അവിടെ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവൻ എന്ത് കോമാളിയാണ് എന്ന് ആരും ചോദിച്ചു പോകും. ആ തരത്തിലേക്ക് ഈ നിൽക്കുന്ന ആളുകളെ അടക്കം മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കാൻ കഴിയില്ല. അവർക്ക് സ്വാഭാവികമായും അത്തരം സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. ഈ മരണം ഉണ്ടായാലും അല്ലെങ്കിൽ വിവാഹമോ അല്ലെങ്കിൽ വലിയ ചടങ്ങുകളോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങോ ഒക്കെ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ ഈ മാധ്യമപ്രവർത്തകരുടെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ നടത്തുന്നത്, അമ്മയാണെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ സംഘടനയ്ക്ക്, ഇത്തരം സംഘടനകളുടെ എല്ലാം കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാൻ കൃത്യമായി ഇടമുണ്ടാക്കുക, അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അത് പാലിക്കുന്നതിന് പുറത്തുള്ള ആളുകളെ ഇത്തരം ചടങ്ങുകളിലേക്കെങ്കിലും അവർക്ക് ബാക്കി കണ്ടന്റ് എടുക്കാൻ ബാക്കി എത്രയോ അവസരങ്ങളുണ്ട്. പക്ഷേ ഔചിത്യം പുലർത്തേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ഒരു ഔദ്യോഗിക ചടങ്ങ് നടക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നു, അവിടേക്ക് ഈ മാധ്യമങ്ങളെല്ലാം കൂടി റീൽസ് എടുക്കാൻ വേണ്ടി ഈ ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും എല്ലാം കൂടി ഇടിച്ചു കയറിയുള്ള അവസ്ഥ എന്താണ്? ആളുകൾക്ക് അറിയേണ്ട യഥാർത്ഥ വാർത്ത പുറത്തു വരില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ജാഗ്രതയിലായിരിക്കും ഈ നേതാക്കളായാലും സെലിബ്രിറ്റികളായാലും ഒക്കെ നിൽക്കുന്നത്. യഥാർത്ഥ ചോദ്യങ്ങളെ ആയിരിക്കും ഇതിൽ അവിടെ വരുന്നത്. അവിടെ ചില പൈങ്കിളി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില അശ്ലീല ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആക്ഷനുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ തന്നെ പറയുകയാണ്, മാധ്യമങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക സംഘടനയും മാധ്യമ ഉടമകളുടെ സംഘടനയും ഒക്കെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടത്. അല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ മാധ്യമങ്ങൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമായിരിക്കും. ഇന്ന് മാധ്യമങ്ങൾ അന്തസ്സായി പണിയെടുക്കുന്ന അല്ലെങ്കിൽ മാന്യമായി പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് വെറുതെ നാട്ടിൽ നിന്ന് പഴി കേൾക്കേണ്ട, തെറി കേൾക്കേണ്ട അവസ്ഥ വരും. ഇന്നലത്തെ കാര്യത്തിനടക്കം കേരളത്തിൽ ഓരോ മാധ്യമപ്രവർത്തകർക്കും പഴി കേൾക്കേണ്ടി വരും. ഞാൻ ചന്ദ്രകാന്തിലേക്ക് പോകുമ്പോൾ, ചന്ദ്രകാന്ത് ഈ ഔചിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വയം തീരുമാനിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളെയും സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ട്രൈപോഡുകൾ അടക്കം നൽകിക്കൊണ്ടൊരു നിശ്ചിത ഇടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ അവിടെ ക്യാമറ കണ്ണുകൾ മറഞ്ഞു പോകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു തിരക്കിന് നമ്മളും ഭാഗമാകേണ്ടി വരുന്നുണ്ട്. അതും അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുമ്പോഴും ഈ ഔചിത്യമില്ലായ്മയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതും അതാണ് കൂടുതൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതും പശ്ചാത്തലമാകുന്നില്ലേ ചന്ദ്രകാന്ത്? ഇത് വളരെ ശരിയായ കാര്യമാണ്. കാരണം എല്ലാ കാലത്തും ഓരോ കൗതുകങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പ് വാഹനാപകടം ഉണ്ടാകുമ്പോൾ അവിടെ മൊബൈലുമായി വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. കാരണം ഏത് അപകടം നടന്നാലും രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് ആളുകൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നത്, അവരുടെ തല പൊട്ടി കിടക്കുന്നത്, കാലൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ എടുത്ത് അവനവൻ്റെ പേജിലിടുന്ന കുറേയധികം ആളുകളുണ്ടായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു മനസ്സിലായി. സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്നതിൻ്റെ ആ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഇത്തരം കണ്ടൻറ്റുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിന്നു. ഇപ്പോൾ ഏതാണ്ട് അങ്ങനത്തെ സംഭവങ്ങൾക്ക് വളരെ കുറവാണ്. വളരെ ഈ സ്വകാര്യമായിട്ട് ഇടുന്നതല്ലാതെ ഒരു വലിയ രീതിയിൽ ഇടുന്നില്ല. ഇതുപോലെ ഇത്തരം ഒരു ഔചിത്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും ഓരോ മാധ്യമ സ്ഥാപനമാകുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഓരോ മാധ്യമ സ്ഥാപനമാകുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ ഇവരാരും കാണുന്നില്ല. ഒരു ക്യാമറ വെച്ച് ഇത് CCTV പോലെ പ്രദർശിപ്പിച്ചാൽ വലിയ രീതിയിലുള്ള വ്യൂവേഴ്സിനെ കിട്ടുമായിരിക്കാം. പക്ഷേ മാധ്യമങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളത് വേണം. അപ്പം കിരൺ പറഞ്ഞതുപോലെ തന്നെ ഇത് ഓരോ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ നവമി പറഞ്ഞതുപോലെ തന്നെ സിനിമാ താരങ്ങളും ഒക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഈ പ്രോത്സാഹനം കൂടെ വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോയി നിൽക്കുന്നതെന്നും എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്നും വ്യക്തമാകുന്നില്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇത് വല്ലാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ പോകും എന്നതാണ് നമ്മൾ ഇന്നലത്തെ അനുഭവം തെളിയിക്കുന്നത്.
തീർച്ചയായും നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ആണ്. ആ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഓരോ പൗരനുമുണ്ട്. ആ പൗരന് അവൻ്റേതായ സ്വകാര്യതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്കിലും നമ്മൾ ഔചിത്യത്തിന് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ഏതൊരാളുടെയും സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശങ്ങളെ ഹനിക്കുന്നതിലേക്ക് കടക്കുന്ന സ്വാതന്ത്ര്യമല്ല. അതിന് സ്വാതന്ത്ര്യം എന്നല്ല പറയുക. അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം പൊതുസമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ നവമാധ്യമങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മാധ്യമങ്ങളും തീർച്ചയായും ഔചിത്യം പുലർത്തേണ്ട സാഹചര്യമാണുള്ളത്. അങ്ങനെ പുലർത്താതെ വരുമ്പോഴാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നവമാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്.